കുഞ്ഞുങ്ങളെ, കഥ കേൾക്കാൻ റെഡിയാണോ എല്ലാവരും? നമുക്കിന്ന് കനൽക്കട്ടയുടെയും പ്ലാവിലയുടെയും കഥ കേൾക്കാം. ഒരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആടുകളെ വളർത്തിയാണ് ആ മുത്തശ്ശി ജീവിച്ചിരുന്നത്. ഒരു ദിവസം ആ മുത്തശ്ശി മുറ്റത്ത് വലിയ അടുപ്പുണ്ടാക്കി ആടുകൾക്കുള്ള കഞ്ഞി വയ്ക്കുകയായിരുന്നു. ആ സമയത്താണെങ്കിൽ ആടുകൾ വിശന്ന് കരഞ്ഞു ബഹളം വയ്ക്കുകയായിരുന്നു. കരച്ചിൽ കേട്ട് മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വന്നു. മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോയി കുറച്ച് പച്ചപ്ലാവില ഇട്ട് കൊടുത്തു ആടുകൾക്ക്. എന്നിട്ട് വീണ്ടും അടുപ്പിൻ്റെ അടുത്തേക്ക് വന്ന് അരി വെന്തോ എന്ന് നോക്കി. അരി വെന്തു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അടുപ്പിൽ നിന്നും കഞ്ഞിക്കലം മാറ്റി വെച്ച് അപ്പുറത്തേക്ക് പോയി. മുത്തശ്ശി പോയപ്പോൾ അടുപ്പിൽ നിന്നും ഒരു വലിയ കനൽക്കട്ട പുറത്തേക്ക് ചാടി. ഈ കനൽക്കട്ട എന്താണെന്നറിയാമോ? നമ്മൾ തീയൊക്കെ കത്തിച്ച് തീ കെട്ട് കഴിയുമ്പോൾ അടുപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു തീരെ കഷ്ണമാണ് കനൽക്കട്ട. പിന്നെ കനൽക്കട്ട വീടിന് പുറത്തേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കനൽക്കട്ട പോകുന്നത് കണ്ടപ്പോൾ ആട്ടിൻകൂട്ടിൽ കിടക്കുന്ന ഒരു പച്ചപ്ലാവിലേക്ക് എന്തോ സംശയം. എങ്ങോട്ടാണ് കനൽക്കട്ട പോകുന്നത്? ഇത് കണ്ടപ്പോൾ പ്ലാവിലയും കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഒറ്റച്ചാട്ടം. കനൽക്കട്ടയുടെ പിറകെ ഓടാൻ തുടങ്ങി. കനൽക്കട്ടയുടെ അടുത്തെത്തിയപ്പോൾ പ്ലാവില ചോദിച്ചു, കനൽ ചേട്ടാ, ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? ഞാനും കൂടി വരട്ടെ? അപ്പോൾ കനൽക്കട്ട തിരിച്ച് പ്ലാവിലയോട് ചോദിച്ചു, ഓ, നീ ഇപ്പോൾ ഇതെവിടുന്നാ വന്നത്? ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ നീയും പോന്നോ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? പ്ലാവില പറഞ്ഞു, ചേട്ടൻ എന്തിനാ വന്നത്? അതാദ്യം പറയും, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ കനൽ പറഞ്ഞു, അതെ, മുത്തശ്ശി ആടുകൾക്ക് കഞ്ഞി വെച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അടുപ്പിലെ തീ വെള്ളമൊഴിച്ച് കെടുത്തും. വെള്ളമൊഴിച്ച് കൊല്ലുമ്പോൾ ഞങ്ങൾക്ക് എത്ര വേദനയാകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാട് നേരം ശീ എന്ന് കരയും. ഇതൊന്നും ആർക്കും അറിയില്ല. ഇതോർത്ത് പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോന്നത്. ഇനി നീ പറ പ്ലാവിലക്കുട്ട, നീ എന്താ അവിടെ നിന്ന് പോന്നത്? എന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. കുറച്ചു നേരം ആലോചിച്ചു നിന്നിട്ട് പ്ലാവില പറഞ്ഞു, ഞാൻ കുറച്ച് സമയം കൂടി അവിടെ കിടന്നിരുന്നുവെങ്കിൽ ആ കൂട്ടിലുള്ള മുട്ടനാട് എന്നെ കടിച്ചു മുറിച്ചു തിന്നേനെ. എൻ്റെ കൂട്ടുകാരെയൊക്കെ അവൻ കടിച്ചു മുറിച്ചു തിന്നു. ഇത് കണ്ട് എനിക്ക് ആകെ പേടിയായി. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കനൽച്ചേട്ടൻ പോകുന്നത് ഞാൻ കണ്ടത്. വരുന്നത് വരട്ടെ എന്നും ചിന്തിച്ച് ഞാൻ ഒറ്റ ചാട്ടം പുറത്തേക്ക്. പ്ലാവില പറയുന്നത് കേട്ട് കനൽക്കട്ട കുറച്ചു നേരം മിണ്ടാതെയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നു മുതൽ നമുക്ക് നല്ല കൂട്ടുകാരാകാം. ദൂരെ എവിടെയെങ്കിലും പോയി സുരക്ഷിതമായ ഒരു താമസ സ്ഥലം കണ്ടെത്തണം. അങ്ങനെ പറഞ്ഞ് അവർ നടക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞു. ആകാശം കറുത്തിരുണ്ടു. അത് കണ്ട് കനൽക്കട്ടയ്ക്ക് പേടിയായി. മഴ പെയ്യുമോ? കനൽക്കട്ട അവലാതിയോടെ പറഞ്ഞു. അവൻ്റെ പേടി കണ്ട് പ്ലാവില പറഞ്ഞു, പേടിക്കണ്ട കനൽക്കട്ടെ, മഴ പെയ്താൽ നീ നനയാതെ ഞാൻ സൂക്ഷിച്ചോളാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിൽ പ്ലാവില ദൂരേക്ക് പറന്നുപോയി. പ്ലാവില പേടിച്ച് ഉറക്കെ കരഞ്ഞു. ഇതു കണ്ട് കനൽക്കട്ട ഓടിച്ചെന്ന് പ്ലാവിലയുടെ മുകളിൽ കയറിയിരുന്നു. പ്ലാവിലയ്ക്ക് സമാധാനമായി. പക്ഷേ മുകളിൽ കനൽക്കട്ടയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പ്ലാവിലയ്ക്ക് പൊള്ളി. കാറ്റ് കുറച്ചൊന്നും കുറഞ്ഞപ്പോൾ പ്ലാവില കനലിനോട് പറഞ്ഞു, മതി കനൽക്കട്ടെ, നീ എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങ്, എനിക്ക് പൊള്ളുന്നു. ഇത് കേട്ട് കനൽ വേഗം പുറത്തിറങ്ങി. പ്ലാവിലയുടെ കുറച്ചു ഭാഗം കരിഞ്ഞു പോയിരുന്നു. എന്നാലും സാരമില്ല. കാറ്റിൽ വല്ല പുഴയിലോ കിണറ്റിലോ വീണു പോയിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? അതോർത്തപ്പോൾ പ്ലാവിലയ്ക്ക് ആശ്വാസമായി. പ്ലാവിലയുടെ വിഷമം കണ്ട് കനൽക്കട്ട പൊള്ളിയ ഭാഗത്ത് തലോടിക്കൊടുത്തു. അല്പം കഴിഞ്ഞ് അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും മഴ പെയ്തു. കനൽക്കട്ട ഉറക്കെ കരഞ്ഞു. പ്ലാവില, മഴവെള്ളം എൻ്റെ ശരീരത്തിൽ വീണാൽ ഞാൻ ക്ഷീന്ന് ചത്തുപോകും. നീ എന്നെ രക്ഷിക്കുമോ? അത് കേട്ട് പ്ലാവില പറഞ്ഞു, നീ കരയാതെ ഇരിക്കൂ. എൻ്റെ ജീവൻ പോയാലും ഞാൻ നിന്നെ സംരക്ഷിക്കും. കാറ്റിൽ പറന്നു പോകാതെ നീ എന്നെ രക്ഷിച്ചതല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്ലാവില കനൽക്കട്ടയുടെ മുകളിൽ കയറിയിരുന്ന് കനലിനെ പൊതിഞ്ഞു പിടിച്ചു.
കനൽക്കട്ടയെ അങ്ങനെ പിടിച്ചപ്പോൾ പ്ലാവിലേക്ക് പൊള്ളി. എന്നാലും അവൻ ആ വേദന സഹിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ മഴ മാറി. പ്ലാവില കനലിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി. പ്ലാവിലയുടെ ശരീരം വീണ്ടും പൊള്ളിയിരിക്കുന്നത് കണ്ട് കനൽക്കട്ടയ്ക്ക് ആകെ വിഷമമായി. അപ്പോൾ കനൽക്കട്ട പ്ലാവിലയോട് പറഞ്ഞു, പ്ലാവിലെ, നീ എന്നെ സഹായം ചെയ്താലും ഞാൻ നിനക്ക് സഹായം ചെയ്താലും അതിൻ്റെ ദോഷം നിനക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. എന്നെക്കൊണ്ട് നിനക്ക് ദോഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നിന്റെ ശരീരം പൊള്ളിയത് കാണുമ്പോൾ എനിക്ക് സഹിക്കാനേ കഴിയുന്നില്ല. എൻ്റെ ചൂടുകൊണ്ടല്ലേ നിന്റെ ശരീരം കരിഞ്ഞു പോയത്. ഇത് കേട്ടപ്പോൾ പ്ലാവില പറഞ്ഞു, നീ അതോർത്ത് വിഷമിക്കേണ്ട ചങ്ങാതി. എനിക്ക് എന്ത് തന്നെ നഷ്ടം വന്നാലും നിന്നെ തനിച്ചാക്കി ഞാനിനി എങ്ങോട്ടേക്കും പോകില്ല. ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ സ്നേഹം കണ്ട് കനൽക്കട്ടയുടെ കണ്ണുകൾ നിറഞ്ഞു. രണ്ടുപേരും സന്തോഷത്തോടെ വീണ്ടും യാത്ര തുടർന്നു. എത്ര നല്ല സുഹൃത്തുക്കളാണല്ലേ പ്ലാവിലയും കനൽക്കട്ടയും. നിങ്ങൾക്കുമുണ്ടോ ഇതുപോലെയുള്ള കൂട്ടുകാർ? ഇന്നത്തെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണേ. അടുത്ത കഥയുമായി ഞാൻ നാളെ വരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.